ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. വേസ്റ്റ് റൗണ്ട്, സ്ലിറ്റ് റൗണ്ട്, അതായത് ഹിപ്പ് റൗണ്ട്, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ അളവെടുക്കാൻ പഠിച്ചു, അളവിൻ്റെ ചെസ്റ്റ് റൗണ്ടും ബെസ്റ്റ് റൗണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെഷർമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഈ രണ്ട് മെഷർമെൻറ്റ്സാണ് നമ്മുടെ ബോഡിയുടെ ഷേപ്പിൽ നമുക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ രണ്ട് അളവുകളാണ്. അതിൽ വേസ്റ്റ് റൗണ്ട് ഏതാണ്, സ്ലിറ്റ് റൗണ്ട് അഥവാ ഹിപ്പ് റൗണ്ട് ഏതാണെന്നുള്ളത് ഞാൻ അളവെടുക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഇടവണ്ണം, വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവണ്ണം, അതായത് നമ്മുടെ നെഞ്ചിനും വയറിനും ഇടയിലായിട്ട് ഏറ്റവും ഒതുങ്ങി വരുന്ന ഭാഗമാണ് വേസ്റ്റ് റൗണ്ട്. അതിപ്പോൾ പലർക്കും പല അളവിലാണ് വരുന്നത്. ഹൈറ്റ് അനുസരിച്ച് ഈ ഇടവണ്ണത്തിന് വ്യത്യാസം വരും. ഷോൾഡർ മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 17 ഇഞ്ചിന് ഇടയിൽ വരെയാണ് ഈ ഒരു ഇടവണ്ണം വരുന്നത്. ഒരു 13.5 ഇഞ്ചിനും 17 ഇഞ്ചിനും ഇടയിലാണ് ഇടവണ്ണം വരുന്നത്. ഒരുപാട് ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ 17 ഇഞ്ചിലൊക്കെ ആയിരിക്കും മിക്കവാർക്കും ഇടവണ്ണം വരുന്നത്. പിന്നെ നമ്മുടെ ഈ മുട്ടുണ്ടല്ലോ, കൈയുടെ ഈ ഒരു മുട്ടിൻ്റെ മടക്കില്ലേ, ഈ ഒരു മടക്ക് നമ്മളിങ്ങനെ താഴേക്കിടുമ്പോൾ ആ ഒരു മടക്കിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും ഭൂരിഭാഗം പേർക്കും, അത് 90% പേർക്കും ഇടവണ്ണം വരുന്നത്. വണ്ണമുള്ള ആളുകളിൽ ഇത് കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമാണ്. കാരണം അവർക്ക് ആ ഒരു വയറിൻ്റെ ഒതുങ്ങിയ ഭാഗം കിട്ടാത്തതുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കൈയുടെ മടക്കിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് അവരുടെ ഇടവണ്ണം എടുക്കാൻ പറ്റും. അപ്പോൾ ഇടവണ്ണം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇടവണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഒരു വിരൽ ലൂസിട്ട് വേണം ഇടവണ്ണം എടുക്കാൻ. ചില ആളുകളിൽ, അതായത് നെഞ്ചുവണ്ണത്തെക്കാട്ടിയും ഇടവണ്ണം എന്ന് പറയുന്നത് ഒരുപാട് ഒതുങ്ങിയിരിക്കും. ഇപ്പോൾ ചെസ്റ്റ് റൗണ്ട് 38 37 ആയിരിക്കും, പക്ഷേ ഇടവണ്ണം വരുന്നത് 30 ഇഞ്ചോ 31 ഇഞ്ചൊക്കെ ആയിരിക്കും. ചെസ്റ്റ് റൗണ്ടിനെക്കാട്ടിയും ബെസ്റ്റ് റൗണ്ടിനെക്കാട്ടിയും ഒക്കെ ഒരുപാട് കുറവാണ് നിങ്ങളുടെ ഇടവണ്ണം. അതായത് 4 ഇഞ്ചിൽ കൂടുതൽ നിങ്ങൾക്ക് ഇടവണ്ണവുമായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഷേപ്പ് ആ കറക്റ്റ് അളവിൽ നിങ്ങൾ കൊടുക്കരുത്. വേസ്റ്റ് റൗണ്ട് അളവ്, ആ ഒരു ലൂസ്, ഒരു 4 ഇഞ്ചിന് അകത്തുള്ള ലൂസ് ഇട്ട് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അവിടെ നല്ല വണ്ണത്തിൽ കിടക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് സിബ് ചെയ്യുക. ബാക്കിൽ ഓപ്പൺ കൊടുക്കുക, സിബ് കൊടുക്കുക. ബാക്കിലോ ഫ്രണ്ടിലോ ഓപ്പൺ വേണം, സിബ് വേണം. ഇതിപ്പോൾ ചുരിദാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സിബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അളവ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പക്ഷേ സിബ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ നെഞ്ചിന് താഴേക്ക് ഡ്രസ്സ് ഇറങ്ങില്ല. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30 ഇഞ്ചാണ് ഇടവണ്ണമെങ്കിൽ 38 ഇഞ്ചാണ് ബെസ്റ്റ് റൗണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു അളവിൽ കൂടെ 30 ഇഞ്ച് താഴോട്ട് ഇറങ്ങി വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്നും ബാക്കിൽ ഓപ്പൺ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൂസ് ആഡ് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് റൗണ്ടിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്ലിറ്റ് റൗണ്ട് നോക്കാം. സ്ലിറ്റ് റൗണ്ട് അഥവാ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ഇടുപ്പ് വണ്ണമാണ്. ചുരിദാറിനാണ് മെയിനായിട്ട് നമ്മൾ ഈ ഇടുപ്പ് വണ്ണം എടുക്കുന്നത്, സ്ലിറ്റ് റൗണ്ട് അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ട് എടുക്കുന്നത്. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ അളവെടുക്കുമ്പോൾ ടേപ്പ് വയ്ക്കേണ്ടത് നമ്മുടെ ഇടുപ്പ് ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ അരക്കെട്ടിന് 1 ഇഞ്ച് മുകളിലോട്ട്, അതായത് നമ്മുടെ സീറ്റ് ഭാഗം തുടങ്ങുന്നതിന് 1 ഇഞ്ച് മുകളിലോട്ട് ടേപ്പ് പിടിച്ചിട്ട് വേണം, ആ ഭാഗം ചുറ്റി വേണം നമ്മൾ സ്ലിറ്റിൻ്റെ റൗണ്ട് എടുക്കാനായിട്ട്. ഇത് പലർക്കും പല രീതിയിലാണുള്ള ഇഷ്ടമാണ്. കാരണം ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിറ്റ് നല്ല കയറി നിൽക്കണം, ചിലർക്ക് സ്ലിറ്റ് താഴ്ന്ന് കിടന്നാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗം അവർക്ക് കസ്റ്റമറിൻ്റെ ഇഷ്ടം ഏതാണോ അവിടെ വെച്ചിട്ട് നമ്മൾ അളവെടുക്കണം. പിന്നെ സ്ലിറ്റ് റൗണ്ട് ചെയ്യുമ്പോഴും വേസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ സീറ്റ് ഭാഗത്തെക്കാട്ടിയും കൂടുതലാണ് നമ്മുടെ ടമ്മി ഭാഗം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വയറിൻ്റെ ഏറ്റവും വീതിയുള്ള ഭാഗത്തെ അളവ് തന്നെ നമ്മൾ, അതായത് ടമ്മിയുടെ അളവ് തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ടേപ്പ് പിടിച്ച് നമ്മൾ അളവെടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ സൈഡിൽ കൂടെയാണ് ഈ സ്ലിറ്റിൻ്റെ അളവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോഴും അതേപോലെ ചരിച്ച് തന്നെ മാർക്ക് ചെയ്യണം. അതല്ല, നെഞ്ചിന് മുകളിൽ കൂടെയാണ് നമ്മൾ അളവെടുക്കുന്നുണ്ടെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. കൂടുതൽ വിശദമായിട്ട് നമുക്ക് കട്ടിംഗ് ക്ലാസ്സിൽ പഠിക്കാം. ചുരിദാറിൻ്റെ കട്ടിംഗ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.